ഒഴിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സിമ്മിലാണ് കേട്ടോ ഇട്ടിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും മുളക് പൊടി ഇട്ട് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടാക്കി എടുക്കാം, നമുക്ക് ചൂടാക്കി എടുക്കാം. ചൂരമീനാണ്, അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുളക് ചൂടാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ചൂടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി, കുടംപുളി നന്നായി കഴുകി വെച്ച പുളി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുളി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുളി തിളച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാം കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇത് അടുപ്പത്ത് വെക്കാൻ പോവാം. മീൻകറി റെഡി ആയിട്ടാണ്. നമ്മളതിൽ ഉള്ളി കാച്ചി ഒഴിക്കുകയാണേ.